വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആന്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ആ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. HSST ബോട്ടണി സിലബസിലും അതുകൂടാതെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാം ബാർക്ക് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയസ് ആണ് ആന്റിബോഡി. സോ അത് ചുരുക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് ആന്റിബോഡി അല്ലെങ്കിൽ ആന്റിബോഡിയുടെ മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റിബോഡി സെക്രേറ്റിംഗ് സെൽസ് ആണ് എന്ന് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ബി സെൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ആന്റിബോഡി റിലേറ്റഡ് ആണ്. പക്ഷെ ബി സെൽസിന് ദംസെൽസ് ആ ഒരു ആന്റിബോഡി സെക്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അവയുടെ സർഫേസിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നും നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആന്റിബോഡിയുടെ സ്ട്രക്ചർ ആണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ആദ്യം പഠിക്കാനുള്ളത്. സോ നമുക്ക് ആന്റിബോഡിയുടെ സ്ട്രക്ചർ നോക്കാം. ഈ ഒരു ആന്റിബോഡി ഇവിടെ ഈ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ. ആന്റിബോഡിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് വൈ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് കേട്ടോ. വൈ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ആന്റിബോഡി. അതിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ കളർ ആയിട്ടുള്ള രണ്ട് ഐഡന്റിക്കൽ സ്ട്രാൻഡ്സ് ഒരു ചെയിനും ഉണ്ട്. ദെൻ ഈ ഒരു എന്താ റെഡ് ആ ഒരു ഓറഞ്ച് കളറിലെ രണ്ട് ചെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആന്റിബോഡിയുടെ ഈ രണ്ട് ചെയിൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത്. ആന്റിബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ H2L2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് രണ്ട് ഹെവി ചെയിനും ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ആന്റിബോഡി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹെവി ചെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളർ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഹെവി ചെയിൻ. രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു ഓറഞ്ച് ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചെയിനിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആന്റിബോഡി ഏകദേശം അപ്രോക്സിമേറ്റ്ലി 150 കിലോ ഡാൾട്ടൺ ആണ്. അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻസ് ആണ്. എബൌട്ട് 10 നാനോമീറ്റർ സൈസിലുമായിരിക്കും ഉണ്ടായിരിക്കുക. അവയിൽ 3 ഗ്ലോബുലാർ റീജിയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു വൈറ്റ് ഷേപ്പ് ആ ഒരു ഫോം കിട്ടിയിട്ടുള്ളത്. ദെൻ ആ ഒരു റീജിയൻസ് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആന്റിബോഡീസിൽ രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു ഹെവി ചെയിനിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഈ ഒരു ബ്ലൂ റീജിയൻസ് കണ്ടോ, ആ ഒരു ബ്ലൂ റീജിയൻസ് ആണ് ഹെവി ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ഹെവി ചെയിനിന്റെ മിഡിലായിട്ട് ഈ ഒരു പോർഷൻ കണ്ടോ, അത് രണ്ട് ഹെവി ചെയിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ട്. ദെൻ ഹെവി ചെയിനെ ലൈറ്റ് ചെയിനുമായിട്ടും കണക്ട് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് പ്രസന്റ് ആണ്. സോ ചെയിൻസിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ടാണെന്ന് പഠിക്കുക. ദെൻ ഈ ഒരു രണ്ട് ചെയിൻസിന്റെയും ടിപ്പിലായിട്ട് ആന്റിജൻ ബൈൻഡിങ് ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, രണ്ട് ആ ഒരു ബൈവാലന്റ് ആയിട്ടുള്ള രണ്ട് ഫോർക്ക് ആയിട്ടുള്ള റീജിയൻസിലും രണ്ട് ഓരോ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പാർട്ട് നോക്കിയാൽ ഈ ഒരു ആന്റിജൻ ബൈൻഡിങ് സൈറ്റിൽ രണ്ട് ചെയിൻസിന്റെയും ഇടയിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് V1 VH എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻസ്. ഓക്കെ, ആ ഒരു റീജിയൻസിനെയാണ് നമ്മൾ വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ആന്റിജനും സ്പെസിഫിക് ആയിട്ട് ഓരോ ടൈപ്പിലായിരിക്കും ആ ഒരു റീജിയൻ. അതിനാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ആ ഒരു വേരിയബിൾ റീജിയൻസിൽ വന്നിട്ടാണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്സ് ആന്റിജൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ ആദ്യം മുകളിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും, അവിടെ ആന്റിജൻ വരികയാണ് ചെയ്യുക. ദെൻ ലൈറ്റ് ചെയിനിലും ഹെവി ചെയിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ദെൻ ഹെവി ചെയിൻ ഡൈസൾഫൈഡ് ബോണ്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നതാണ് ഒരു കോൺസ്റ്റന്റ് C റീജിയൻ. നമ്മൾ ഈ ഒരു ആ ഒരു ചെയിൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CH1 ഇവിടെ CH3 CH2 എന്നൊക്കെ പറഞ്ഞിട്ട് റീജിയൻ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ആന്റിജൻസിലും ആന്റിബോഡീസിലും ഒരേപോലെയുള്ള ഒരു ഇഫക്റ്റീവ് ഫങ്ഷൻസ് ഉള്ള ഒരു റീജിയൻ ആണ് കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്നത്. ദെൻ ഈ രണ്ട് ആന്റിജൻ ബൈൻഡിങ് സൈറ്റിനെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്നത് ഫാബ് റീജിയൻ എന്നാണ്. ഓക്കെ, ഫാബ് റീജിയൻ എന്നാണ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളതാണ് FC റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു FC റീജിയനിൽ വെച്ചിട്ടാണ് ഈ ഒരു FC റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു Y ഷേപ്പിന്റെ ട്രങ്ക് ആണ് കേട്ടോ ആക്ച്വലി. അതായത് ഈ ഒരു ഹെവി ചെയിനിന്റെ കോൺസ്റ്റന്റ് ഡൊമൈൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഹെവി ചെയിനിന്റെ CH1
CH2 CH3 ഈ എന്താ കോൺസ്റ്റന്റ് ഡൊമൈൻസ് കൂടി ചേർന്നിട്ട് കമ്പോസ് ചെയ്തിട്ടാണ് ഈ ഒരു FC റീജിയൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിൻ ആയിട്ട് ആ ഒരു സെൽ ആക്ടിവിറ്റിന്റെ ഇമ്മ്യൂൺ സെൽ ആക്ടിവിറ്റിനെ മോഡുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു FC റീജിയൻ. കോംപ്ലിമെന്റ് ആക്ടിവേഷനും പ്ലാസെന്റൽ ട്രാൻസ്ഫറിനും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഒരു FC റീജിയൻ ആക്ട് ചെയ്യുന്നത്. ദെൻ ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ് കേട്ടോ. ഈ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിഞ്ച് റീജിയൻ. സോ ഇത്രയാണ് ആ ഒരു ആന്റിബോഡിയുടെ എൻറ്റയർ ആയിട്ടുള്ള സ്ട്രക്ചർ. അതിൽ കീ പോയിന്റ്സ് ഇവയെ പ്ലാസ്മ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈറ്റ് ചെയിൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ K അല്ലെങ്കിൽ ലാംഡ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഹെവി ചെയിൻസ് ആണ്, അതായത് ഒരു ആന്റിബോഡിയുടെ ടൈപ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ ഹെവി ചെയിൻസ് ആണ്. അപ്പൊ ഈ ഒരു ഹെവി ചെയിനെ ബേസ് ചെയ്തിട്ടാണ് 5 ടൈപ്പ് ആന്റിബോഡീസ് നമ്മൾ പറയുന്നത്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടും ആണ് ആന്റിബോഡി എന്ന് പറയുന്നത്. ഈ ആന്റിബോഡിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ടേബിൾ വൈസ് അനാലിസിസ് ആണ്, അതിന്റെ ഓരോ പെക്യുലാരിറ്റീസും ബേസ് ചെയ്തിട്ടും അവയുടെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആക്ടിവിറ്റീസ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. ആ ഒരു പോർഷനും ഈ ഒരു ക്ലാസ്സിൽ ത്രൂ ഔട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ആദ്യത്തത് നമ്മൾ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. അതായത് 5 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻസും അല്ലെങ്കിൽ ആന്റിബോഡീസും അവയുടെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് നോക്കാം. ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ ഈ 5 പിക്ചറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് IgG എന്ന് പറയുന്നത്. ഓക്കെ, IgG ഉണ്ട്, IgA ഉണ്ട്, IgM ഉണ്ട്, IgD ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോമെല്ലാം എടുത്തിട്ട് ഗാമഡ്, ഞാനൊരു ഗെയിം ഡി എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ് കേട്ടോ. എല്ലാത്തിന്റെ ആ ഒരു GAME ഗെയിം ലാസ്റ്റ് ഡി, ആ ഒരു ഗെയിം ഡി എന്ന് പറയുന്ന ആ ഒരു ബേസിസിലാണ് കേട്ടോ ഞാൻ പഠിക്കാറ്. അപ്പം ഈ ഒരു IgG, IgA, IgM, IgE, IgT ഇവ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഐസോടോപ്സ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. അതിലെ ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം. അപ്പം ആദ്യത്തേത് IgG ആണ്. IgG എന്ന് പറയുന്നത് അവയുടെ സ്ട്രക്ചർ ഒരു മോണോമർ ആണ് കേട്ടോ. ആ ഒരു മോണോമറിൽ എത്ര പെർസെൻറ്റേജ് സെറമാണ്, പെർസെൻറ്റേജ് ഇൻ സെറത്തിൽ ഏകദേശം ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു അപ്രോക്സിമേറ്റ്ലി 75% ഈ ഒരു കാണുന്നത് IgG ആണ്. അതാണ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട്, അതായത് പ്രൊവൈഡ്സ് ദ മെജോറിറ്റി ഓഫ് ആന്റിബോഡി ബേസ്ഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ആള് എന്ന് പറയുന്നത് IgG ആണ്. ഓക്കെ, മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് IgG ആണ്. മെയിൻ ആയിട്ട് കാണുന്നത് എവിടെയാണ്? ബ്ലഡിലും ടിഷ്യൂസിലും ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. അവയുടെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഒബ്സോണൈസേഷൻ ആണ്. ഈ ഓരോ പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒബ്സോണൈസേഷൻ, ദെൻ ന്യൂട്രലൈസേഷൻ, കോംപ്ലിമെന്റ് ആക്ടിവേഷൻ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ പോയിന്റ്സ് പഠിക്കുക കേട്ടോ. ക്രോസസ് പ്ലാസെന്റ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട്. അതുകൂടാതെ ആന്റിബോഡി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് അഗെയിൻസ്റ്റ് ഇൻവേഡിങ് പാത്തജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ പാത്തജൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് IgG യൂസ് ചെയ്യുന്നത്. ദെൻ ഫീറ്റസും പ്ലാസന്റയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാന്ന് ചോദിച്ചാൽ അത് IgG ആണ്. അതാണ് ഇവിടെ ഒരു പ്ലാസന്റ എന്നുള്ള വേർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തേതാണ് IgA എന്ന് പറയുന്നത്. അത് സെറത്തില് മോണോമർ ആയിട്ടാണ് കാണുന്നത്. സെക്രീറ്ററി സെൽസിൽ ഡൈമർ ആയിട്ടും കാണുന്നുണ്ട്. ഏകദേശം 50% ആണ് അവ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലിപ്പം സലീവ ആ ഒരു സെറം ആണല്ലോ, ആ ഒരു സലീവയിലും ടിയേഴ്സിലും കൊളസ്ട്രത്തിലാണ്. കൊളസ്ട്രം ഒരു സെക്രീറ്ററി ആണ്, അതിൽ ഡൈമർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സലീവ, ടിയേഴ്സ്, കൊളസ്ട്രത്തിലൊക്കെയാണ് മെയിൻ ആയിട്ട് IgA കാണുന്നത്. അപ്പം അതായത് മ്യൂക്കോസൽ ഏരിയാസിലൊക്കെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ആണ് മെയിൻ ആയിട്ട് ഇവയുടെ ഫംഗ്ഷൻ. അതായത് ഗട്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, യൂറോജെനിറ്റൽ ട്രാക്റ്റും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവയുള്ള പാത്തജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IgA മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അവയുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് IgM എന്ന് പറയുന്നത്. IgM എന്ന് പറയുന്നത് പെൻറ്റാമർ ആണ് കേട്ടോ. പെൻറ്റാമർ ആണ് അവയുടെ സ്ട്രക്ചർ. അപ്രോക്സിമേറ്റ്ലി 5 to 10% ആണ് കാണുന്നത്. മെയിൻ ആയിട്ട് അവ
ബ്ലഡിലാണ് കാണുന്നത്. ഓക്കെ, ബ്ലഡിൽ മെയിൻ ആയിട്ട് മോണോമർ ആയിട്ടും ഇവ ചില കേസ് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ബി സെല്ലിന്റെ സർഫേസിൽ കാണുന്ന IgM മോണോമർ ആയിട്ടാണ് കാണുന്നത്. അവയുടെ സെക്രീറ്റഡ് ആയിട്ടുള്ള ഫോംസിലാണ് പെന്റാമർ എന്ന് പറയുന്നത്. ഓക്കെ, പെന്റാമർ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഏറ്റവും ഫസ്റ്റ് ഒരു പ്രൈമറി റെസ്പോൺസ് ഉള്ള ആദ്യത്തെ ആന്റിബോഡി എന്ന് പറയുന്നത് ഏർലി സ്റ്റേജിൽ പാത്തജൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ബി സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. ഓക്കെ, ബി സെൽ അല്ലെങ്കിൽ ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ആദ്യം വരുന്ന ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. അവയ്ക്ക് കോംപ്ലിമെന്റ് ആക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കോംപ്ലിമെന്റ് ആക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് IgE എന്ന് പറയുന്നത്. മോണോമർ ആണ്, ഒറ്റ ആ ഒരു ചെയിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മോണോമർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവ വളരെ കുറവ് അളവിൽ മാത്രമേ ഉള്ളൂ, വെരി ലോ അളവിൽ മാത്രമേ ഉള്ളൂ. ലീസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ആണ് IgE എന്ന് പറയുന്നത്. അവ മെയിൻ ആയിട്ട് കാണുന്നത് മാസ്റ്റ് സെൽസിലും ബേസോഫിൽസിലും ആണ്. സോ അലർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് IgE ആണ്. പാരാസിറ്റിക് ഡിഫൻസുമായിട്ടും അതായത് ഹിസ്റ്റമിനെ ട്രിഗർ ചെയ്യാനും ഒക്കെ മെയിൻലി റിലേറ്റ് ചെയ്തിട്ടുള്ളത് IgE ആണ്. ഓക്കെ, പാരാസൈറ്റ്സ് അലർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് IgE ആണ്. ലാസ്റ്റ് വൺ ആണ് മോണോമർ ആയിട്ടുള്ള IgD ആണ്. അതൊരു മോണോമർ ആണ്. മെയിൻ ആയിട്ട് അതും ട്രേസ് എമൗണ്ട് കുറച്ച് അളവിൽ മാത്രമേ കാണുന്നുള്ളൂ. ബി സെൽ സർഫേസിൽ കാണുന്നതാണ്. ഓക്കെ, ബി സെല്ലിൽ കാണുന്ന ആ ഒരു ടൈപ്പ് ആന്റിബോഡി ആണ് ആന്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ D എന്ന് പറയുന്നത്. സോ ബി സെൽ റിസപ്റ്റർ ഫംഗ്ഷൻ ആണ് മെയിൻ ആയിട്ട് IgDയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 5 ക്ലാസ്സസ്. അപ്പൊ അവയുടെ ഒരു പിക്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പെന്റാമറിന്റെ ആ ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. IgA ഉണ്ട്, IgG ഉണ്ട്, IgE ഉണ്ട്, IgD ഒക്കെ പിക്ചർ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആ ഒരു ആന്റിബോഡിയുടെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാന്ന് വെച്ചു. ഒന്നാമത്തെ മെക്കാനിസം ന്യൂട്രലൈസേഷൻ ആണ്. അതായത് ടോക്സിൻസ്, പാത്തജൻസിനെയും ടോക്സിൻസിനെയും ഒക്കെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഇല്ലാതാക്കുന്ന പ്രോസസ്. അതാണ് ബ്ലോക്സ് ടോക്സിൻ ഓർ വൈറസ് ബൈൻഡിങ് ടു ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലോട്ട് ടോക്സിൻസ് കടന്നു വരാതെ അവ ഇല്ലാതാക്കുന്ന രണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് IgG ആൻഡ് IgA എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒപ്സോണൈസേഷൻ ആണ്. ഒപ്സോണൈസേഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തജനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്, കോഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഒപ്സോണൈസേഷൻ. അതിന് IgG ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ആണ്. അതായത് ലൈസിസ്, ആ ഒരു പാത്തജനെ സെല്ല് കില്ല് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ പാത്വേ ആക്ടിവേഷൻ ആണ് ലൈസിസ്. ആ ഒരു സെല്ല് എവിടെയാണ് അല്ലെങ്കിൽ ആ ഒരു പാത്തജൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സെല്ല് ലൈസിസ് ചെയ്ത് ആ സെല്ലിനെ ഡെഡ് ആക്കുക, അത് പകരുന്നത് തടയുക. അത് IgM ഉണ്ട്, അതിനേക്കാളും IgGയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് സെൽസിന്റെ ക്ലംബിംഗ് ആണ് കേട്ടോ. ക്ലംബിംഗ് ഓഫ് സെൽസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ക്ലംബിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് IgM. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ആന്റിജനെ ഇൻസോല്യൂബിൾ ആക്കുക, സോല്യൂബിൾ ആന്റിജനെ ഇൻസോല്യൂബിൾ ആക്കുന്നതാണ് IgG ആണ് ആ ഒരു എൻസൈം. നെക്സ്റ്റ് ആന്റിബോഡി ഡിപ്പെൻഡന്റ് സെല്ലുലാർ സൈറ്റോടോക്സിസിറ്റി. അപ്പം അതായത് NK സെൽസ് ഉണ്ടല്ലോ, ആ ഒരു NK സെൽസ് എന്ത് ചെയ്യാണ്, ആന്റിബോഡി കോട്ടഡ് ആയിട്ടുള്ള സെല്ലിനെ കില്ല് ചെയ്യാണ്. അപ്പോൾ ഒരു ടൈമിന് സെക്രീറ്റ് ചെയ്യുന്നത് IgG ആണ്. മാസ്റ്റ് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റമിൻ റിലീസിന് ഹെൽപ്പ് ചെയ്യുന്ന ആന്റിബോഡി ആണ് IgE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഒരു ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആന്റിബോഡീസ്. നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ആന്റിബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് Oയിൽ കാണുന്നത് ഏതാണ്, ആന്റി എയും ആന്റി ബിയും രണ്ട് ആന്റിബോഡീസും പ്രസന്റ് ആണ്. സോ ആന്റിജൻ ഇല്ല. ഗ്രൂപ്പ് എയിലാണെങ്കിൽ ആന്റിബോഡി ബി ആണ്, ഗ്രൂപ്പ് ബിയിലാണെങ്കിൽ ആന്റിബോഡി എ ആണ്, ഗ്രൂപ്പ് AB-യിൽ രണ്ട് ആന്റിബോഡീസും ആബ്സെന്റ് ആണ് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ ആകരുത്, മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ആന്റിബോഡീസിന്റെ ക്ലാസിഫിക്കേഷൻ, അവ കാണുന്ന എക്സാമ്പിൾസും ആണ്. അതായത് ഒറിജിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ആന്റിജൻ ആണ് ഉള്ളത്. അതായത് ആന്റിബോഡീസ് ആണ് ഉള്ളത്. എക്സോജീനസ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, പോളൻ ഒക്കെ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എക്സോജീനസ്, പുറമേ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ആന്റിബോഡി.
അതായത് ബാക്ടീരിയന്റെ അകത്തു നിന്നൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ഇൻകോപ്പറേറ്റ് ഇഞ്ചക്ഷൻ വഴി ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടല്ലോ, അത്തരം കേസിലാണ് നമ്മൾ ആ ഒരു നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പ്, അതായത് ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് ഒക്കെ പറയുന്ന ഒരു ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് കയറ്റുന്നതാണ് ഈ ഒരു എക്സോജിനസ് ആയിട്ടുള്ള ആന്റിബോഡീസ്. ദെൻ എൻഡോജിനസ് ആയിട്ടുള്ള ആന്റിബോഡി എന്ന് പറയുമ്പോൾ നാറ്റീവ്ലി നമ്മളുടെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് കേട്ടോ. ദെൻ ഓട്ടോ ആന്റിജൻ എന്ന് പറയുമ്പോൾ സെൽഫ് പ്രോട്ടീൻസ് ആണ്, അതായത് എൻഡോജീനസ് ആയിട്ടുള്ള ആന്റിബോഡീസിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതായത് ഈ ഓട്ടോ ആന്റിജൻസ് എന്ന് പറയുന്നത് മിസ്റ്റേക്കൺലി ബോഡീന്റെ ഓൺ ടിഷ്യൂസിനെ തന്നെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ഇമ്മ്യൂൺ റെസ്പോൺസ് ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആന്റിജൻ എന്ന് പറയുമ്പം പ്രോട്ടീൻസ് വിത്ത് ഇമ്മ്യൂണോജെനിസിറ്റി ആക്ടിവിറ്റി ഉള്ളതാണ്. ഹാപ്റ്റൻസ് എന്ന് പറയുമ്പം ആന്റിബോഡീസിൽ തന്നെ സ്മോൾ മോളിക്യൂൾസ് ആണ്, അതായത് ഒരു കെരിയർ വേണം, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കെരിയർ ആവശ്യമായിട്ടുണ്ട്. ദെൻ ടി സെൽ റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ട് ടി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ട്, അവയൊക്കെ പ്രോട്ടീൻസ് ആണ്. ദെൻ ടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് ബേസ് ചെയ്തിട്ടുള്ള ആന്റിബോഡീസും പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസും അവയുടെ ഏതൊക്കെ ഡിസീസസും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുണ്ട്. അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ടൈമിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻസ് ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അങ്ങനെ 3 ടൈപ്പ് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. അപ്പം ടൈപ്പ് 1 ആണ്. അപ്പൊ എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ? അതായത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്, ഒന്നുകിൽ റെസ്പോൺസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് റെസ്പോൺസ് ചെയ്യുക, അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് റിലേ ചെയ്യുന്ന സമയത്തൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അലർജീസ് ഒക്കെ ഉണ്ടാക്കുക. അതിൽ ഒന്നാമത്തേതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാണ്, അതായത് അലർജിക് ആയിട്ടുള്ള കേസിൽ അനാഫൈലാക്റ്റിക് എന്നുള്ള പേരും കൂടിയുണ്ട്. ഇത് IgE മീഡിയേറ്റഡ് ആണ്. മാസ്റ്റ് സെൽ ഡീഗ്രാനുലേഷൻ ആണ് ആ ഒരു മെക്കാനിസം, അതായത് അലർജി റിലേറ്റഡ് ആയിട്ടുള്ളത്. ആന്റിബോഡി IgE ആണ്. എക്സാമ്പിൾ ആസ്മ, അനാഫൈലാക്സിസ് ഒക്കെ വരുമ്പോൾ, ആ ഒരു ഷോക്ക് ഒക്കെ വരുമ്പോഴല്ലേ, റൈനൈറ്റിസ്, ദെൻ സ്വെല്ലിംഗ് ഒക്കെ വരുന്നതൊക്കെ ഈ ഒരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ദെൻ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സൈറ്റോടോക്സിക് ആണ്, ആന്റിബോഡി മീഡിയേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ടൈപ്പ് 2 വരുന്നത് IgG ആൻഡ് IgM എന്ന് പറയുന്ന ആന്റിബോഡീസ് ആണ്. അവ എന്ത് ചെയ്യാണ്, ഈ ഒരു ആന്റിബോഡി എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ആന്റിജന്റെ സെല്ലിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സെൽ എന്ത് ചെയ്യും, ഡിസ്ട്രക്ട് ചെയ്യും. കോംപ്ലിമെന്റ് ആയിട്ട് സെൽ ലൈസിസ് നടക്കും. ഓക്കെ, സെല്ല് ഡിസ്ട്രക്ഷൻ നടക്കും. ആ ഒരു സെല്ല് ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്താ കോംപ്ലിമെന്റ് ആയിട്ട് ആക്ടിവേഷനോ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസോ ഒക്കെയാണ് നടക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾ ഹീമോലിറ്റിക് ആയിട്ടുള്ള അനീമിയ ആണ്. ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഹീമോലിറ്റിക് അനീമിയ, RH ഇൻകോമ്പാറ്റിബിലിറ്റി ഒക്കെ ഈ ടൈപ്പ് 2 വരുന്നതാണ്. സൈറ്റോടോക്സിക്, സെല്ലിനെ കില്ല് ചെയ്യുന്നതാണ്. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് ആണ്, അതായത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഡിപ്പോസിഷൻ ആണ്. ഈ ഒരു കേസിൽ അത് ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകും. അവ ടിഷ്യൂവിൽ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകാണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാകാണ്. ഓക്കെ, ടിഷ്യൂവിന്റെ ഡാമേജും ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നു. അത് കുറച്ച് അവേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഡേ തുടരുന്നുണ്ട്. ആ ഒരു ഇൻഫ്ലമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി IgG മീഡിയേറ്റഡ് ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് SLEയും അതിന് എക്സാമ്പിൾ ആണ്. അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമാറ്റോസസ് എന്ന് പറയുന്ന SLE എന്ന് പറയുന്ന ഒരു അസുഖവും കൂടിയുണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സെറം സിക്നെസ്സും അതിന് എക്സാമ്പിൾ ആണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസും IgGയും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേയ്ഡ് ടൈപ്പ് ആണ്, DTH എന്ന് പറയും. സെൽ മീഡിയേറ്റഡ് ആയിട്ട്, അതായത് T സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അതായത് ഒരു 1 to 2 ഡേയ്സ് എടുക്കും ഇവ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് T ലിംഫോസൈറ്റും മാക്രോഫേജും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവയിൽ ഒരു ആന്റിബോഡീസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഇപ്പോൾ ട്യൂബർകുലോസിസ് ടെസ്റ്റും പിന്നെ ഉള്ളത്
കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖവും മെയിൻ ആയിട്ട് ഒരു ക്രോണിക് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ഒക്കെ ഉണ്ടാവില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ നമ്മൾ ആ ഒരു ഓർഗൻ റിജക്ഷൻ ഒക്കെ ഈ ഒരു ടൈപ്പ് 4 വരുന്നതാണ്. അപ്പൊ ഇതാണ് ടൈപ്പ് 4 4 ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ.